സമരമാണ് സമരമാണു ജീവിതം, സമരസപ്പെടില്ല നാം സവർണവർഗബോധമിൽ. ചരിത്ര ചിത്രമെത്ര നിങ്ങൾ മാറ്റിടും മറന്നിടും, കൽത്തുറങ്കിലെത്ര നാളടിമയാക്കി വെച്ചിടും. പോർക്കളങ്ങളെത്ര പാരിൽ രണനിലങ്ങളാകിലും, ഭയക്കുകില്ല തോൽക്കുകില്ല ഈ പതാകവാഹകർ. പോർക്കളങ്ങളെത്ര പാരിൽ രണനിലങ്ങളാകിലും, ഭയക്കുകില്ല തോൽക്കുകില്ല ഈ പതാകവാഹകർ. സിന്ദാബാദ് എംഎസ്എഫ്, സിന്ദാബാദ് എംഎസ്എഫ്, സിന്ദാബാദ് എംഎസ്എഫ്, സിന്ദാബാദ് എംഎസ്എഫ്. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അടിത്തറ പാകുന്നതിൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ അവാർഡിൽ അർഹരാക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിശക്തനായ ഒരു മാനുഷികനായ മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട സയ്യിദ് സാഹിബ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിന് അദ്ദേഹം നട്ടത്തെ നിവർത്തി നിൽക്കാൻ ഒരു സമൂഹത്തിന് പ്രാപ്തി നൽകിയത്, നിഷ്കളങ്കരായ ഒരു മനുഷ്യ സമൂഹത്തിന് നിലനിൽപ്പിന് ആധാരമായ പ്രവർത്തനം നൽകിയത്. ആരാന്റെ മുറകുപെട്ടികളും വെള്ളം കോരികളുമാകാൻ എന്ന സിയച്ചെന്ന ബാപ്പക്കീ തങ്ങളെന്ന വൻമരങ്ങൾ തന്നുപോയ വീരസമര ഗോപുരം. എംഎസ്എഫിന്റെ നേതൃത്വത്തിലാണ് ആ എംഎസ്എഫ് വിദ്യാർത്ഥികളോട് പ്രേരിപ്പിക്കുന്നത്, നിങ്ങൾ വിദ്യാഭ്യാസക്കാരാണ്, നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രാപിക്കാറ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക. നമ്മുടെ ശബ്ദത്തിനാണ് നിൽക്കുന്നത്. ഇപ്പോഴും അഭിമാനത്തോടുകൂടി ഈ കെട്ടിടത്തിന്റെ തൊട്ടുതാഴെ അവിടെ ചളി പുരണ്ട ആ വഴി എംഎസ്എഫിന്റെ ഒരു പതാക ചളി പുരണ്ട് കിടന്നപ്പോൾ അതെടുത്ത് കുടഞ്ഞ് അതിൽ നിന്ന് ചളി കടഞ്ഞ് അവിടെയുള്ള ഒരു സ്റ്റാൻഡ് അല്ലേ കൊണ്ടുപോയി വെച്ച് അത് യാദൃശ്ചികമായി വീഡിയോയായി പുറത്തു വന്നപ്പോൾ കേരളം മുഴുവൻ അതെടുത്ത് എംഎസ്എഫിന്റെ പ്രവർത്തകർക്ക് അത് മുതൽ സുന്നിയുടെ സംസ്ഥാന സെക്രട്ടറി സലാം സാഹിബ് ഉൾപ്പെടെ അത് പങ്കുവെച്ചുകൊണ്ട് പ്രചരിപ്പിച്ച വൈറൽ വീഡിയോ, അത് ഈ ഏറ്റവും ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിലും ഈ സംഘടനയോടുള്ള സ്നേഹമാണ്. ആകാരം പ്രേരിപ്പിക്കാതെ ഇതിങ്ങനെ ചളിയിൽ വീട് കിടക്കാൻ പാടുള്ളതല്ല എന്ന് കണ്ട് അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഈ കുട്ടികൾ തീർച്ചയായിട്ടും ഭാവിയുടെ പ്രതീക്ഷയാണ്. മുമ്പ് സാക്ഷി വഹിക്കുകയുണ്ടായി. നമ്മുടെ കടപ്പുറം സ്കൂളിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട ശഹാബിയും സ്കൂളിൻ്റെ പരിസരത്ത് എംഎസ്എഫിൻ്റെ കൊടിതോരണത്തിൻ്റെ സൈഡിൽ കിടന്നിരുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ അഭിമാനകരമായ പതാക വീണ് കിടന്നപ്പോൾ അത് എടുത്ത് നിവർത്തി ആ വിദ്യാർത്ഥിനി കെട്ടിയിട്ടപ്പോൾ ആ വീഡിയോ ഏറെ വൈറലായി. പ്രിയപ്പെട്ട ഓരോ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്കും ഏറെ അഭിമാനകരമായ ഈ പ്രവർത്തനം കാഴ്ചവെച്ച അസ്ലമ ബിഎമ്മിനെ നമ്മൾ ആദരിക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങളെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അസ്ലമ ബിഎമ്മിനെയും ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. വൻമരങ്ങൾ തന്നുപോയ വീരസമര ഗോപുരം നമ്മൾ നടന്ന വഴികളിൽ നീതി തന്നെ പൂക്കണം. തെരുവിലാണ് 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 യൗവനം, വാരിയൻ കുന്നന്റെ പോർ മണ്ണിലാണ് യൗവനം. നീതി കാത്ത് നീതി കാത്ത് നീതി കാത്ത് എന്മനം, നേരിടുന്ന നെഞ്ചകത്തിൽ കത്തിടേണ്ട ഗദ്ഗതം. നമ്മൾ തീർക്കും പാതകൾ നമ്മൾ തന്നെ പാകണം. നടന്ന വഴികളിൽ നീതി തന്നെ പൂക്കണം. മയ്യത്ത് പോലും നീയത്ത്
നെയ്യത്തിൻ ജ്വാല കൊണ്ട് പൊള്ളണം, നേടുവാനേറെയുണ്ട് എന്ന ബോധം പേറണം. വിറകുവെട്ടി വെള്ളം കോരിയായിടേണ്ടതല്ലണം, വിദ്യ പാകി വിളവ് നേടി വൻമരമായി പൂക്കണം. ഹരിതമേ ഹരിതമേ ധവളമലരുകൾ പൂത്ത നാളുകൾ, നമ്മളെത്ര കണ്ടവർ യുദ്ധഭൂമികൾ. വില്ലുവണ്ടികൾ സമരജാഥകൾ, ഭാഷ സമരവീതിയിലെ രക്തസാക്ഷികൾ. പുതിയ പുലരികൾ സമരാലഹരികൾ, പുതിയ പുലരികൾ സമരാലഹരികൾ. നീതിബോധ നീതിപീഠ കാഴ്ചകൾ വെളുത്തിടാൻ കാവലായി കൂടെ നിൽക്കണം. സമരമുഷ്ടി ഉയരണം, ചലന സാന്ദ്രമാവണം, കാലുകൾ കരങ്ങളും വിപ്ലവാക്കിയാവണം. ഇൻകിലാബിൻ വിളികളെ, ഹരിത ധവള കൊടികളെ, MSFിൻ ശബ്ദമേ. അജരവും ചരങ്ങളും ഞെട്ടിടും മുഴക്കമേ, കാവിയും ചുവപ്പും നെയ്ത പാരതന്ത്ര പ്രഹരമേ. പാരതന്ത്ര ബോധമേ പൊളിച്ചടുക്കും കാലമേ. इंकलाब की नारा पुकारो, इज्जत और हिम्मत से तुम आओ, हिंदुस्तान में कुव्वत दिखाओ. इंकलाब जिंदाबाद बोलो. इंकलाब की नारा पुकारो, इज्जत और हिम्मत से तुम आओ, हिंदुस्तान में कुव्वत दिखाओ. इंकलाब जिंदाबाद बोलो. സമരമാണ് സമരമാണ് സമരമാണു ജീവിതം.